നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. എഫ് എ കപ്പിൻ്റെ 5th റൗണ്ടിൻ്റെ ഫിക്സർ തീരുമാനമായിട്ടുണ്ട്. 4th റൗണ്ടിൽ ഒരു കളി ബാക്കിയുണ്ട്. അത് മാർച്ച് 4 പുലർച്ചെ ഇന്ത്യൻ സമയം 1:15 നടക്കൂ. പിന്നെ മാർച്ച് 7 മുതലാണ് 5th റൗണ്ട് ഉള്ളത്. അപ്പോൾ ഇതിൽ ചില വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോരാട്ടങ്ങളും ഉണ്ട്. എന്നാൽ വമ്പന്മാർക്ക് വളരെ എളുപ്പത്തിൽ ജയിക്കാവുന്ന കളികളുമുണ്ട്. ഇപ്പോൾ ന്യൂകാസിൽ യുണൈറ്റഡും സിറ്റിയും തമ്മിലുള്ള പോരാട്ടം നല്ലൊരു പോരാട്ടമാവുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം. ആ സമയം വോൾസ് ലിവർപൂൾ പോരാട്ടവും കനക്കുമെന്ന് കരുതാം. എന്നാൽ ആഴ്സണലിന് എളുപ്പമുള്ള എതിരാളികളാണ്, ചെൽസിക്ക് എളുപ്പമുള്ള എതിരാളികളാണ്. പിന്നെ എഫ് എ കപ്പാണ്, എന്തും സംഭവിക്കാം. ഈ എളുപ്പമുള്ള എതിരാളികൾ എന്നുള്ളത് കളിക്കളത്ത് ചിലപ്പോൾ നേരെ തിരിച്ചും പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആരൊക്കെ ആരോടൊക്കെ ഏറ്റുമുട്ടും നോക്കാം. വെസ്റ്റാമിൻ്റെ എതിരാളികളായിട്ട് ബ്രെൻഫോർഡാണ്. ന്യൂകാസിൽ യുണൈറ്റഡും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ കളിക്കും. അതേസമയം ആഴ്സണലിന് എതിരാളികൾ അത്ര കടുത്ത എതിരാളികളല്ല. മാൻസ്ഫീൽഡ് ടൗണുമായിട്ടാണ് അവരുടെ കളി. ലീഡ്സ് യുണൈറ്റഡ് നോർവിച്ച് സിറ്റിയെ നേരിടുമ്പോൾ ചെൽസിയുടെ എതിരാളികൾ റെക്സാമാണ്. അതും അത്ര കനത്ത വെല്ലുവിളിയല്ല. എന്നാൽ വോൾസും ലിവർപൂളും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഫുലാമിൻ്റെ എതിരാളികൾ സദാംപ്ടനാണ്. ഇനി വേറൊരു മത്സരം, ഇനിയും എതിരാളി ആരാണ് എന്ന് തീരുമാനിക്കാൻ ഒരു കളി കൂടി നടക്കാനുണ്ട്. അത് പോർട്ട് വെയിലും ബ്രിസ്റ്റോൾ സിറ്റിയും തമ്മിലുള്ള കളിയാണ്. അത് 4th റൗണ്ടിലെ കളിയാണ്. ആ മത്സരം നടക്കുന്നത് മാർച്ച് 4 അപ്പോൾ അതിൽ ജയിക്കുന്ന ടീമിൻ്റെ എതിരാളിയായിട്ട് സണ്ടർലൻഡ് ആയിരിക്കും ഉണ്ടാവുക. ഇതാണ് എഫ് എ കപ്പിൻ്റെ 5th റൗണ്ട് ഡ്രോ കഴിഞ്ഞപ്പോഴുള്ളത്. 5th റൗണ്ട് സെറ്റായിട്ടുണ്ട്. നല്ല പോരാട്ടങ്ങൾ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇടുക.